റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ് മൻ റുസിഖ ലഹു സലാസത്തും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഹുവ മിനൽ ജാഹിലീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ആർക്കെങ്കിലും 3 മക്കളുണ്ടായിട്ട് അതിലൊരു കുട്ടിക്ക് പോലും മുഹമ്മദ് എന്ന പേര് വെച്ചിട്ടില്ല എങ്കിൽ അവൻ വിവരമില്ലാത്തവനായി പോയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എന്ത് വിവരം? മുഹമ്മദ് എന്ന പേരിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ആ പേരിന്റെ വർണ്ണവലിപ്പം അവൻ മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദ് അതിന് വലിയ മഹത്താണ്. എന്താ മഹത്വം? ഒരു മഹത്വം പറഞ്ഞുതരാം, കേട്ടോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലാ യദ്ഖുലുൽ ഫഖറു ഫീ ബൈതിൻ വഫീഹി ഇസ്മി. എന്റെ നാമം ഒരു വീട്ടിലുണ്ട് എങ്കിൽ, അഥവാ എന്റെ പേരുള്ളതാകുന്ന ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ട് എങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കടക്കൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്ന പേര് മാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ നാമമാണ്, ഇതെന്റെ ഹബീബിന്റെ നാമമാണ്, ഇതെന്റെ പ്രവാചകന്റെ നാമമാണ്. ആ ഒരൊറ്റ ഇഷ്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും നാമം വെച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലൈലത്തുൻ ഉസ്രിയ ബി ഇല സമാ. ആകാശ ലോകത്തേക്ക് റജബ് 27-ാം രാവിൽ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് അലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി അല്ലാഹുവിന്റെ തിരുഹളറത്തിലേക്ക് ഞാൻ പോകുമ്പോ ഞാൻ ആകാശ സീമകളിൽ കാണുകയാണ് മാ റഅയ്തു ഫിസ്സമാ മാ റഅയ്തു ഫിസ്സമാഇ ഇല്ലാ വജദ്തു ഫീഹാ ഇസ്മീ. ആകാശ സീമകളിൽ മുഴുവനും 7 ആകാശങ്ങൾ നിറയെ എന്റെ നാമം എഴുതപ്പെട്ടതായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ, ഈ നാമം ഒരു നിസ്സാരമായി കാണരുതേ. ഹബീബായ നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ വീണ്ടും ചെല്ലുകയാണ് അല്ലാഹുവിന്റെ അർശിലേക്ക് കടന്നു ചെന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ അർശിൽ ഞാൻ കാണുകയാണ് ഒരു പച്ച നിറത്തിലുള്ളതാകുന്ന വാളിൽ മേൽ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉമറുൽ ഫാറൂഖ്. അർശിൽ ഒരു പച്ചവാളിന്മേൽ അതാ വെള്ള നിറത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സഹബ. റഅയ്തു ബിഐനയ്യ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂബക്കറിൻ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. എവിടെ എവിടെ എവിടെ? അർശില്. മാഷാ അല്ലാഹ്. മനസ്സിലാക്കണം, ഇത് ഈ നാമങ്ങളുടെയൊക്കെ പ്രത്യേകത ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, നല്ലതുപോലെ തിരിച്ചറിയണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മൻ ഉലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദാ ഹുബ്ബൻ ലീ
വതബറുകൻ ബിഇസ്മി കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന. അബൂ മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ഉലിദ ലഹു മൗലൂദുൻ, ആർക്കെങ്കിലും ഒരു കുട്ടി ജനിക്കുകയും ഫസമ്മാഹു മുഹമ്മദാ, ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന് നാമകരണവും ചെയ്താൽ തബറുകം ബിസ്മി വഹുബ്ബൻ ലീ, എന്നോടുള്ള ഇഷ്ടവും അനുരാഗവും എന്നോടുള്ളതാകുന്ന മഹബ്ബത്തും വെച്ചുകൊണ്ടാണ് അവൻ ആ കുട്ടിക്ക് നാമം ചെയ്തത് എങ്കിൽ എന്റെ നാമം കൊണ്ട് ബറക്കത്തെടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കുട്ടിക്ക് അവൻ പേര് വെച്ചത് എങ്കിൽ കാന ഹുവ വമൗലൂദുഹു ഫിൽ ജന്ന, അവനും ആ കുട്ടിയും സ്വർഗത്തിലാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പേര് വെച്ച വാപ്പയും സ്വർഗത്തിൽ, പേര് വെക്കപ്പെട്ട കുട്ടിയും സ്വർഗത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെ